സദസ്സിൽ വീണ്ടും ഒരിക്കൽ കൂടെ ദൈവത്തിനെ പങ്കിടാൻ സാധിക്കുന്നത് എനിക്ക് സന്തോഷമുണ്ട്. ആദരണീയനായ കൃപദാസൻ പാസ്റ്റർ ജോൺ കെ മാത്യു ആൻഡ് ഫാമിലി, പാസ്റ്റർ എബ്രഹാം വർഗീസ്, മോഹൻ കന്യമണിൽ, കടന്നിരിക്കുന്ന വിലപ്പെട്ട സഹോദരി സഹോദരന്മാർ, യങ്സ്റ്റേഴ്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്നേഹമാണ്. വളരെ ലിമിറ്റഡായിട്ടുള്ള ഒരു സമയമാണ് എൻ്റെ മുന്നിലുള്ളത്. ആ സമയത്തിനുള്ളിൽ ദൈവത്തിൻ്റെ ഒരു ചെറിയ സന്ദേശം നിങ്ങളുടെ ഹൃദയങ്ങളിൽ എത്തിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് വളരെ പരിചിതമായ ഒരു വേദഭാഗം യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് നമുക്ക് വായിക്കാം. അതിൻ്റെ 6-ാം അധ്യായം. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായം 12-ാമത്തെ വാക്യം. ജോൺ ചാപ്റ്റർ 6 verse 12. അവർക്ക് തൃപ്തിയായ ശേഷം അവൻ ശിഷ്യന്മാരോട് ശേഷിച്ച കഷ്ണം ഒന്നും നഷ്ടമാകാതെ ശേഖരിപ്പി എന്ന് പറഞ്ഞു. യേശുക്രിസ്തു നിസ്തുല്യനാണ്. ജീസസ് ഈസ് യൂണിക്. അങ്ങനെ പറയാൻ കാര്യം അത് മറ്റെല്ലാവരിൽ നിന്നും വ്യത്യസ്തനാണ്. വ്യത്യസ്തനാണെന്ന് മാത്രമല്ല, മറ്റുള്ള എല്ലാവരിൽ നിന്ന് എബോവ്, മീതെ. അങ്ങനെ മീതയാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ലൈഫാണ്. എല്ലാവരുടെയും കാര്യത്തിൽ വന്നത് നമ്മെ വ്യത്യസ്തരാക്കുന്നത് നമ്മുടെ ജീവിതമാണ്. യേശുക്രിസ്തുവിന്റെ ജീവിതം ഡോക്ടർ ലൂക്ക് വളരെ സംക്ഷിപ്തമായി പറഞ്ഞിരിക്കുന്നത് പ്രവൃത്തി ദിവസം 1-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ അവൻ ചെയ്തും ഉപദേശിച്ചും പോന്ന എന്നാണ്. His doings and teachings. ഇപ്പം യേശുക്രിസ്തു ചെയ്തും ഉപദേശിച്ചും പോന്ന, ഉപദേശിച്ചും ചെയ്തും പോന്ന എന്നല്ല, ചെയ്തും ഉപദേശിച്ചും പോന്ന എന്നല്ല. അപ്പൊ ആദ്യം ചെയ്തി പിന്നെ ഉപദേശം എന്നാലേ ശരിയായിരുന്നു. യേശുക്രിസ്തു ചെയ്തു. എന്ത് ചെയ്തു? ദൈവ പ്രവർത്തിക്കുക. യേശു എന്ത് ഉപദേശിച്ചു? ദൈവത്തിൻ്റെ ആലോചന ഉപദേശിച്ചു. യേശു ചെയ്ത കാര്യം ഒന്ന്, അവൻ്റെ അത്ഭുത പ്രവർത്തിക്കാൻ. ജീസസ് വാസ് എ മിറക്കിൾ പെർഫോമർ. അപ്പൊ അത്ഭുതം ചെയ്യുന്നവനാണ് യേശുക്രിസ്തു. ഒരു മിറക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ഇന്റർഫിയറൻസ് ആണ്. ഗോഡ്സ് ഇന്റർഫിയറൻസ്, ദൈവത്തിൻ്റെ ഒരു ഇടപെടലാണ്. മനുഷ്യ ജീവിതത്തിലുള്ള ദൈവത്തിൻ്റെ ഇടപെടലാണ്. അത് എന്നോ സംഭവിക്കും, എപ്പോഴും സംഭവിക്കും, ആരുടെയും ജീവിതത്തിൽ സംഭവിക്കും. കാരണം ദൈവം യഥാവാനാണ്, യേശു യഥാവാനാണ്. ജീസസ് ഈസ് ദ സെയിം യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോറെവർ. അപ്പോൾ യേശു ക്രിസ്തു യഥാവാനായതുകൊണ്ട് അത്ഭുതം നടക്കുക എന്നൊരു ക്വസ്റ്റ്യൻ്റെ ആവശ്യമില്ല. നടക്കും എന്ന ആൻസറേ ഉള്ളത്, സംശയിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ യേശു അത്ഭുതം ചെയ്തു. യേശു ഒരു എത്ര അത്ഭുതങ്ങൾ ചെയ്തു എന്ന് ചോദിച്ചാൽ എണ്ണി തിട്ടപ്പെടുത്തിയാൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു 37, nearly 40 miracles are mentioned in the Gospels. അപ്പൊ 40ഓളം അത്ഭുതങ്ങൾ ചെയ്ത ഒരാളാണ് യേശു ക്രിസ്തു. അതിൽ ഒരത്ഭുതം മാത്രമേ 4 സുവിശേഷന്മാരും ഒരുപോലെ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അത് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു തന്നതാണ്. മറ്റൊരു അത്ഭുതവും 4 സുവിശേഷന്മാരും ഒരുപോലെ രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പൊ 4 സുവിശേഷന്മാരും ഒരുപോലെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ അത്ഭുതത്തിന് എന്തോ പ്രത്യേകതയുണ്ട്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. ജീസസ് ഫീഡ്സ് 5,000 with 5 loaves and 2 fish. ആ അത്ഭുതത്തിന്റെ വിശദീകരണമല്ല ഞാൻ ഇന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്.
അതിനെ എങ്ങനെ യേശു കൈകാര്യം ചെയ്തു എന്നാണ് പറയാനുണ്ടായത്. അപ്പൊ അതിലെ കാതലായ ചില കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ഹൃദയത്തെ ഞാൻ ക്ഷണിക്കുന്നതാണ്. ജീവിതം ഒരു ചലഞ്ചാണ്. ലൈഫ് ഈസ് എ ചലഞ്ച്. ജീവിതം ഒരു വെല്ലുവിളിയാണ്. ആ വെല്ലുവിളിയെ എങ്ങനെ നമുക്ക് നേരിടാനായിട്ട് സാധിക്കും? യാതൊരു വെല്ലുവിളിയും ചലഞ്ചസും ജീവിതത്തിൽ നേരിടാത്ത ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കൈ ഉയർത്തിയാൽ ഒന്ന് കാണാമായി. ജീവിതത്തിൽ ഒരു ചലഞ്ചും ഇല്ലാത്ത ആരുമില്ല. ഒരു പക്ഷെങ്കിൽ ആർക്കും ഉത്തരം തരാൻ കഴിയാത്ത, പരിഹാരം കണ്ടെത്താൻ കഴിയാത്ത ഒരു വെല്ലുവിളിയുടെ മുമ്പിൽ ഒരു പക്ഷെ നിങ്ങളായിരിക്കും. നിങ്ങളുടെ ഉറക്കം കെടുത്തുന്ന ചില ഇഷ്യൂസിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടായിരിക്കും. നിങ്ങളെ ഭാരപ്പെടുത്തുന്ന, മനോവ്യഥയിലേക്ക് നടത്തുന്ന, നയനങ്ങളെ നനയിക്കുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കും. അതുപോലുള്ള ചലഞ്ചസ്, ഉത്തരം കണ്ടെത്താത്ത സാഹചര്യങ്ങൾ, അതിനെ എങ്ങനെ നേരിടണമെന്ന് ഇതിൽ കൂടെ കർത്താവ് പഠിപ്പിക്കുക. ലൈഫ് ഈസ് എ ചലഞ്ച്. ഹൗ we need to respond to those challenges. യേശുക്രിസ്തു ഇത് ചെയ്തത് ഗലീലയിലാണ്. ഗലീല തടാകത്തിൽ നിന്ന് വളരെ ദൂരെയല്ലാതെ ഒരു സ്ഥലത്ത്. അതുകൊണ്ട് ആദ്യം ആ സ്ഥലത്തെ കുറിച്ച് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ സ്ഥലം 4 സുവിശേഷന്മാരോട് ചേർന്ന് വായിച്ചാൽ ആ സ്ഥലം ഒരാൾ പറഞ്ഞിരിക്കുന്നത് അത് നിർജ്ജന പ്രദേശമായിരുന്നു എന്നാണ്. മനുഷ്യൻ ആക്റ്റീവാകാൻ തുടങ്ങിയിട്ട് അധികം നാളുകളായിരുന്നു. ഒരു സെഞ്ചുറി കൂടുതലായി. യാന്ത്രിക ലോകം ആരംഭിച്ചതോടുകൂടിയാണ് അത് ആരംഭിച്ചത്. 24 hours ആക്റ്റീവ്. എന്നാൽ മനുഷ്യൻ അതുവരേക്കും പകൽ മാത്രം ആക്റ്റീവായിരുന്നു. രാത്രി അവർ വിശ്രമിക്കുകയാണ്. സന്ധ്യ ആയി, വിളക്ക് വെച്ചു, എല്ലാവരും വിശ്രമത്തിലേക്ക് പോകാനുള്ളതായ സമയമാണ്. എല്ലാ ആക്ടിവിറ്റീസും അവസാനിപ്പിച്ച് അവർ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്ന സമയം. അതൊരു പാർട്ട് ടൈമാണ്. ഫീഡ് ചെയ്യാൻ ഒരു പാർട്ട് ടൈമാണ്. നിർജ്ജന പ്രദേശം ഒരു പാർട്ട് ടൈം, ഒരു ബാഡ് പ്ലേസ് ആണ്. അതൊരു സാധ്യതകളില്ലാത്തതായ ഒരു ബാഡ് പ്ലേസ് ആണ്. 2 പേർക്കല്ല, 5 പേർക്കല്ല, 5000 പേർക്കല്ല, ഇവൻ ഒരാൾക്ക് പോലും ഫീഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതായ ഒരു സ്ഥലം. അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു മിറക്കിൾ നടക്കുക. ഇവിടെ നേരം വൈകിയതായ ഒരു സമയത്ത്, എല്ലാവരും ഇന്നാക്റ്റീവായി റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഒരു അത്ഭുതം നടക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചലഞ്ചാണ്. ഇനി മൂന്നാമത്, അവിടുത്തെ ക്രൗഡിനെ നമുക്ക് നോക്കാം. എത്ര ക്രൗഡാണ്! 5000 പുരുഷന്മാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും സ്ത്രീകളാണ് കൂടുതൽ. ഏത് ഗാദറിങ്ങൾ നോക്കിയാൽ, പ്രാർത്ഥനയ്ക്കാണെങ്കിൽ കൂടുതൽ സ്ത്രീകളാണ്. അപ്പോൾ അവിടെ സ്ത്രീകൾ ഒരു 5000 സ്ത്രീകൾ ഉണ്ടായിരുന്നെങ്കിൽ 10000 ടോട്ടലായി. എല്ലാവരുടെയും കൂടെ 2 പിള്ളേരുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി എത്രയായി? ഒരു 20,000. അപ്പൊ 20,000 ആൾക്കാർക്ക് ആഹാരം കൊടുക്കുക. അത് കൃത്യമായ കണക്കല്ലെങ്കിൽ പോലും 5000-ലധികം ഉള്ള ഒരു ക്രൗഡിനെ പോഷിപ്പിക്കുക. നിങ്ങളോട് പറഞ്ഞാൽ ആർക്ക് ചെയ്തു? ഇതൊരു നിർജ്ജന പ്രദേശമല്ല എന്നെനിക്കറിയാം. എല്ലാം എന്ന് പറയുന്ന ഒരു നിർജ്ജന പ്രദേശമല്ല. അമേരിക്കയിലെ തന്നെ ഏറ്റവും പോപ്പുലേഷൻ ഉള്ളതായ സിറ്റികളിൽ 2ാമത്തെ സ്ഥാനമാണ് എൽ.എ. ലോകത്തിലെ എന്റർടൈൻമെന്റ് ക്യാപിറ്റൽ ഓഫ് ദി എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് എൽ.എ. അങ്ങനെയുള്ളതായ ഒരു സ്ഥലത്താണ് നമ്മൾ താമസം. ഈ സ്ഥലത്ത് ഒരു 5000 പേർക്ക് ഇന്ന് വൈകിട്ട് ആഹാരം കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്യാൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടോ? 5000 പേർക്ക് പോയിട്ട് ഒരു 500 പേർക്ക് പോയിട്ട് ആഹാരം ക്രമീകരിച്ചേക്കാമെന്ന് പറയാൻ നമുക്ക് ആർക്കെങ്കിലും കഴിയുമോ? എല്ലാവരും കൂടെ കൂടിയാൽ കഴിയുമോ? കഴിയത്തില്ല. ഇങ്ങനെയൊരു സാധ്യത, ഇങ്ങനെയുള്ളതായ ഒരു സ്ഥലത്ത്, എല്ലാ റിസോഴ്സിന്റെയും ഒരു എൻഡിൽ, ഒന്നും സാധ്യതയില്ലാത്ത സ്ഥലത്ത് ആഹാരം കൊടുക്കാനായിട്ട് യേശു ശിഷ്യന്മാരോട് പറയുക. പാവം പത്രോസിനെ നോക്കി, അന്ത്രയോസിനെ നോക്കി, യാക്കോബിനെയും യോഹന്നാനെയും നോക്കിയിട്ട് അവരോട് പറയാം, നിങ്ങൾ അവർക്ക് ആഹാരം കൊടുക്കുക. അവന് കൊടുക്കാം എന്ന് പറഞ്ഞ